പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ്സും പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ്സിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ട് കാണുക. എന്താണ് പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ് പഠിച്ചതിന് ശേഷം ഈ സെക്കൻഡ് പാർട്ട് കാണുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും ഇതേ കാര്യങ്ങൾ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് സക്സസ്ഫുള്ളായിട്ട് അവരുടെ റിസൾട്ടിലേക്ക് എത്തിക്കാനുള്ള ടേൺ ഓവർ കൂട്ടാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ ഈ 2 വീഡിയോസും പരമാവധി കാണുകയും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ എന്താണ് ഈ പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ് എന്നുള്ളതാണ്. പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ഒരു സിസ്റ്റം ബേസ്ഡിലായിരിക്കും. അതിൻ്റെ വർക്ക് ഫ്ലോ, അതേപോലെ തന്നെ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറൊക്കെ ഒരു കൺസിസ്റ്റൻസിയും ഒരു സ്കെയിലബിലിറ്റിയും ചൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അവിടെ ആരുടെ അസാന്നിധ്യത്തിൽ ആ വ്യക്തി അവിടെ ഉണ്ടാവില്ല, പക്ഷേ ആ ബിസിനസ് ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KFCൻ്റെ ഫൗണ്ടർ അവിടെ ഉണ്ടായിട്ടൊന്നുമില്ല, ഫൗണ്ടർ മരിച്ചു പോയിട്ട് കുറേ കാലങ്ങളുണ്ട്, അതിങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ലുലു സൂപ്പർ മാർക്കറ്റ്, അതിൻ്റെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്, പല ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ഓണറുകൾ പല കമ്പനി, ഇപ്പോൾ മലബാർ ഗോൾഡ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഏത് എക്സാമ്പിൾ എടുക്കാം. അതിനൊന്നും ഫൗണ്ടേഴ്സ് അല്ല അവിടെ ഉള്ളത്. ഫൗണ്ടേഴ്സ് എവിടെയാണുള്ളത്, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിനെ പോലും അവർക്ക് എവിടെയൊക്കെയാണ് കമ്പനികളിലെന്ന് അറിയില്ല, അവർക്ക് ഏതൊക്കെ സ്ഥലത്തുണ്ട് എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ KFCൻ്റെ അവർക്ക് അറിയുന്നുണ്ടാവില്ല ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്നൊന്നും അറിയില്ല. അത്രയും വലിയ രീതിയിലുള്ള സ്കെയിലബിലിറ്റിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അതൊരിക്കലും നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ്സിന് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ്സിൽ തന്നെയായിരിക്കും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക, പക്ഷേ അതിനെ പിന്നെ ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ്സിലേക്ക് മാറ്റണം. പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾക്കൊരു പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ്സിനെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ള. ഒന്നാമത്തെ കാര്യം, സിസ്റ്റം ഡ്രിവൺ ആയിരിക്കും. അവിടെ ഒരു വ്യക്തിനെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കില്ല, അവിടെ ഓരോ ആളുകൾക്കും എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അവിടെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാവും. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ റിപ്പോർട്ടിംഗ് പേഴ്സൺ, ആരോട് റിപ്പോർട്ട് ചെയ്യണം, ആരോടാണ് കാര്യങ്ങൾ ചോദിക്കേണ്ടത്, ഓരോ വ്യക്തിക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാനുള്ളൊരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ആയിരിക്കും പോവുക. അവിടെ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കില്ല, അവിടെ പ്രോസസ്സ് ആയിരിക്കും. ഓരോ ആൾക്കൊരു SOP ഉണ്ടാവും, എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. 2, കൺസിസ്റ്റൻസി ഉണ്ടാവും. ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവിടെ കറക്റ്റായിട്ടുണ്ടാവും. എല്ലാവർക്കും ഒരു യൂണിഫോമിൽ